സാർ, ഈ SFI സംസ്ഥാന സർക്കാരിനും CPM-നും ബാധ്യതയാകുന്നൊരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ ഒരു KSUക്കാരന് വളരെ ഭീകരമായ മർദ്ദനമേറ്റിരുന്നു. നമ്മൾ SFIനെ ഇപ്പോൾ കാണുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ഭാഗമായിട്ടാണ്. പക്ഷെ വാസ്തവത്തിൽ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും വളരെ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ എഴുതി കാണിക്കുന്നവർ അതിൽ സ്വാതന്ത്ര്യമില്ല, ജനാധിപത്യവും ഇല്ല. അവരുടെ ക്യാമ്പസുകളിൽ അവർ മാത്രം പാടുള്ളൂ. അത് മാത്രമല്ല, അത് ഏതെല്ലാം ക്യാമ്പസുകൾ ഉണ്ടാക്കാൻ പറ്റുമോ, അതായത് ഒരു സ്റ്റുഡൻറ്റ് ഒരാളുണ്ടെങ്കിൽ പോലും അവിടെ പോലും അങ്ങനെ ഒരു സ്ഥിതിയിൽ ഏകാധിപത്യപരമായിട്ട് അവർ മാത്രം വാഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം. അതായത് നമ്മളൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് SFIനെ കാണുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ കാലത്ത് അത് തെറ്റായിട്ട് പറയേണ്ടി വരും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അക്രമത്തിൻ്റെ തന്നെയാണ്. തികച്ചും ഭീഷണി കഴിഞ്ഞാൽ സാമാന്യം അക്രമത്തിൻ്റെയും മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയും എതിരായിട്ട് വരുന്നവരെ ഒരിക്കലും വളരുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത്. അത് ഒരിക്കലും അതിനെ വളർത്താനായിട്ട് അവർ സമ്മതിക്കാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ അവർക്ക് പേടിയുണ്ടായിരുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. അത് ക്യാമ്പസ് ഫ്രണ്ടാണ്. എനിക്ക് ഓർമ്മ വരുന്നത് 2012-ലോ 2013-ലോ തോന്നുന്നു. ഞാനന്ന് ADGP ഇൻ്റലിജൻസ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് ഇവർ മറ്റ് സംഘടനകളെ അനുവദിക്കാറില്ല. പക്ഷേ അവിടെ കുറച്ച് കുട്ടികൾ ഈ ക്യാമ്പസ് ഫണ്ടിൻ്റെ അവർ അഡ്മിഷൻ എടുത്തു. അതിനുശേഷം അവർ ക്യാമ്പസ് ഫണ്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെ ഒരു ദിവസം ശരിക്കും ആക്രമിച്ചു, ശാരീരികമായിട്ട് ശരിക്കും ആക്രമിച്ചു. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ ഒരു ദിവസം രാത്രി ചെന്നിട്ട്, അവരുടെ മുതിർന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം, അവരെല്ലാം ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന SFIക്കാരെ മുഴുവൻ അങ്ങ് വെട്ടി. അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ക്യാമ്പസ് ഫണ്ടിന് പ്രവർത്തിക്കാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അതായത് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാകും തിരിച്ച് എന്ന് മനസ്സിലായപ്പോൾ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. പറയുകയാണെങ്കിൽ അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം ഒരു വാർഷികമായിരുന്നു. എന്നിട്ട് പോലും SFI എന്താണ് അതിനെതിരെ പ്രതിഷേധിക്കാത്തത്? കാര്യം ഇതുവരെയും കൃത്യമായിട്ടുള്ള പ്രതികളെ പിടിക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ പോലും SFIക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റിയിട്ടില്ല എന്ന് ഭയങ്കരമായ സാമൂഹ്യ മാധ്യമ ഒരു ആക്ഷേപം. അഭിമന്യുവിൻ്റെ കേസിൽ ഇതുവരെ വെപ്പണമൊന്നും കണ്ടെത്തിയിട്ടില്ല. അഭിമന്യുവിനെ കുറ്റം ഉപയോഗിച്ച വെപ്പണമൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പസ് ഫണ്ടിന് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായത് അവർ ചെയ്യുന്നതിലും ഭീകരമായിട്ട് ചെയ്യാൻ ഒരു സംഘടന തയ്യാറാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്കുള്ള സ്വാതന്ത്ര്യം, പേടി, കാരണം തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പേടി, ഇത് മറ്റ് സംഘടനകൾ, അതായത് ഇപ്പോൾ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ KSU, ABVP അതുപോലെയുള്ള മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഒന്നും അതിന് തയ്യാറല്ലാത്തതുകൊണ്ട് അവരെ പേടിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ മിക്കവാറും സ്ഥലത്തെ ഏകാധിപത്യവും, അതുകൊണ്ട് തന്നെ ഇലക്ഷനൊക്കെ നടന്നാൽ അവർ മാത്രം അതിന് നോമിനേഷൻ കൊടുക്കുകയും അവർ മാത്രം ജയിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയും ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നോക്കൂ എല്ലായിടത്തും SFI മാത്രമാണ് ജയിച്ചത് എന്നുള്ളൊരു മട്ട് കാണുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ടായിരുന്നു ക്യാമ്പസ് ഫണ്ടുമായിട്ടുള്ള ഇവരുടെ ബന്ധം. മാത്രമല്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ SFIക്കാർ ബാക്കിയുള്ളവരുടെ ബാനറുകൾ അഴിപ്പിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പസ് ഫണ്ടുകാരൻ താഴെന്ന് പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ ക്യാമ്പസ് ഫണ്ടിൻ്റെ ബാനറാണ്, അതിൽ കൈ തൊടണ്ട, ബാക്കിയുള്ളത് ചെയ്തോളാൻ പറഞ്ഞിട്ട് ആ ബാക്കിയുള്ളത് മാത്രമേ തൊടുന്നുള്ളൂ. അപ്പോൾ അവരത്ര വലിയ സംഘടനയൊന്നുമില്ലായിരുന്നെങ്കിലും അവരെ ഭയങ്കര പേടിയായിരുന്നു. ആ പേടി എന്ന് പറയുന്നത് ശരിക്കും ഒരു മരണഭയം എന്നുള്ളത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മരണഭയം ഉണ്ടാക്കാൻ കഴിവുള്ളവർക്ക് മാത്രം ആ സ്വാതന്ത്ര്യം പേടിച്ച് അനുവദിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് SFI മാറിയിരുന്നു. ബാക്കി എല്ലാ സ്ഥലത്തും കുറേ കാലങ്ങളായിട്ട് അവർ ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും മുഖമുദ്ര. മാത്രമല്ല, സ്റ്റുഡൻസിന് പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ ശരിക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു ബ്രെയിൻ വാഷ്ഡ് സ്റ്റുഡൻറ്റ് ടൈപ്സാണ് എല്ലാവരും. ഇതിനു വേണ്ടി മാത്രം പറയുന്നത്, നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ SFI എന്നേ പറയുള്ളൂ. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയും. ആ സ്റ്റോക്ക്ഹോം സിൻഡ്രോമിൽ
പെട്ട കുട്ടികളെ പോലെയാണ് ഇവർ ഒരു പാരറ്റ് തത്തയെ പഠിപ്പിച്ചിരിക്കുന്ന പോലെ അതെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവർ സംസാരിക്കുന്നത് നോക്കിയിട്ടുണ്ടോ? ഒരു SFI ലീഡർ സംസാരിക്കുന്നതും മറ്റൊരു SFI ലീഡർ സംസാരിക്കുന്നതും അവരുടെ എല്ലാ എന്താണ് മാനറിസം ബാക്കി എല്ലാം ഭാഷ പോലും എല്ലാം ഒരുപോലെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചൈനയിലൊക്കെ ജനാധിപത്യം എന്ന് പറയാവുന്ന പോലെ മാത്രമുള്ളൊരു ജനാധിപത്യമാണ് നമ്മുടെ വിദ്യാർത്ഥി രംഗത്തുള്ള ഇവരുടെ പ്രവർത്തനം. ഈ കഴിഞ്ഞ ദിവസം ഈ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാൾ പറയുകയുണ്ടായി, അദ്ദേഹം ശരിക്കും അന്ന് ഈ പുതിയ 4 വർഷ ഡിഗ്രി കുട്ടികൾ വരുന്ന ദിവസമാണ്. അപ്പോൾ ഓൺലൈനിൽ പ്രവേശനോത്സവമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിൻസിപ്പാളിൻ്റെ ഒരു അനുവാദവുമില്ലാതെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് ഏതാനും ചില SFI വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിൻ്റെ റൂമിൻ്റെ മുൻപിൽ ഒത്തുകൂടി. പ്രിൻസിപ്പാൾ പറഞ്ഞു 10 മിനിറ്റ് നിങ്ങൾ നടത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും പരിചയമില്ലാത്ത കുറേയേറെ ആൾക്കാരാണ് അവിടെ. ചോദിക്കുമ്പോൾ പറയുന്നത് SFIയുടെ ഏരിയ സെക്രട്ടറിയും അതുപോലെ ഭാരവാഹികളുമാണ് അത് അവിടെ നിൽക്കുന്നതെന്ന്. ഈ കുട്ടികളുടെയൊക്കെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും ഒക്കെ എഴുതി വാങ്ങിക്കുക. അപ്പോൾ പ്രിൻസിപ്പാളിന് അറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. അതൊക്കെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ തല്ലിയത്. എത്ര ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണത്. ഇതാണോ ഇവർ നൽകുന്ന ഒരു സന്ദേശം? അത് എന്തിനു വേണ്ടിയാണ് ആ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നത്? അവിടെ വരുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് സംഘടിപ്പിക്കുക, ആ വരുന്ന എല്ലാവരെയും SFIയിൽ മെമ്പേഴ്സ് ആക്കുക എന്നുള്ളതാണ്. അതായത് മറ്റൊരു സംഘടന അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇനി നേരത്തെ എന്താണ് പറഞ്ഞിരുന്നത് പോലെ, അതായത് മറ്റൊരു സംഘടനയുടെ ഒരു ഭാരവാഹി അവിടെ വരുന്നുണ്ടോ എന്നറിയാനും സാധിക്കണം. അതായത് വേറൊരു സംഘടന വളർത്താനായിട്ട് മറ്റൊരു സംഘടനയുടെ ആരെങ്കിലും അവിടെ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ അപ്പം തന്നെ ഇല്ലാതാക്കണം, അവന് അഡ്മിഷൻ കൊടുക്കാതിരിപ്പിക്കണം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ അഡ്മിഷൻസ് ഇവരാണ് അവസാനം നടത്താറ്. പ്രിൻസിപ്പാളുമാരെ എല്ലാം നോക്കുകുത്തികളാക്കി വെച്ചിട്ട് ഇവർ കണ്ടമാനം പേര് അവരുടെ ആൾക്കാരോ സ്റ്റുഡൻസിനെ മാത്രം എന്ന നിലയിൽ കയറ്റിവിടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നടത്താനാണ് ഗുരുദേവൻ കോളേജിൽ അവരത് ചെയ്തത്. അപ്പോൾ അല്ലാതെ സ്റ്റുഡൻസിനെ സഹായിക്കാനോ അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാനല്ല. SFIയുടെ സംഘടനാ സംവിധാനം അവിടെ വരുന്ന കുട്ടികളിൽ ഉറപ്പാക്കുക, വേറൊരു സംഘടനാ സംവിധാനത്തിനേക്കും അവിടെ കടന്നു വരാൻ സാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ആദ്യമേ ചെയ്യാനായിട്ട് അതിന് തയ്യാറാവുന്നത്. ഇപ്പോഴത്തെ സംവിധാനത്തിലാണെങ്കിൽ പോലീസിൻ്റെയും വലിയ സഹായം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പോലീസും കൂടി അവരുടെ താളത്തിനൊത്ത് തുള്ളു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ പ്രിൻസിപ്പാളിനെ അടിച്ചതിന് കേസില്ല. പ്രിൻസിപ്പാൾ അടിച്ചെന്നും പറഞ്ഞാണ് കേസ്. കൗണ്ടർ കേസ് എടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ സംവിധാനം. അതായത് SFIക്കാരെ ഏതെങ്കിലും അവരുടെ പേരിൽ എന്തൊരു കേസ് വന്നാലും, ഇപ്പം ഇന്നലെ പോലും നമ്മൾ കണ്ടത്, ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടതുപോലെയാണ്. KSUക്കാരനെ കൊണ്ടുപോയി ഇടിമുറിയിലിട്ട് അടി കൊടുത്തതിന് ശേഷം അയാളെ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൽ കേസ് എടുക്കുന്നില്ല. ആ കേസ് എടുക്കാത്തതിൻ്റെ പേരിലാണ് MLAമാർ അവിടെ പോയിട്ട് ഇഷ്യൂ ഉണ്ടാക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ കേസ് എടുക്കാതിരിക്കുക മാത്രമല്ല, അതിന് കൗണ്ടർ കേസ് എടുക്കുക. അപ്പോൾ ഈ കൗണ്ടർ കേസ് എടുത്ത് ഇവരെ സഹായിച്ചു നിൽക്കുന്നതാണ് പോലീസിലെ നല്ലൊരു ഭാഗം. അപ്പോൾ ഇതിൽ സീനിയർ ഓഫീസേഴ്സൊക്കെ ശക്തമായിട്ട് നേരിട്ട് സത്യസന്ധമായിട്ട് ഇടപെടാൻ നിൽക്കാത്തത് കൊണ്ടാണ്. അവർ നിൽക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് അവർക്ക് മാറ്റങ്ങളുണ്ടാകും. എപ്പോഴും മാറ്റങ്ങൾ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം കാണിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് താഴത്തെ SHO ലെവലിൽ തന്നെ ഈ ഇതുപോലുള്ള കൗണ്ടർ കേസുകളും ഇങ്ങനെയെല്ലാം വന്ന് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ക്യാമ്പസുകളിൽ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ ജനാധിപത്യം എന്താണ് എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാനുള്ളൊരു അവസരം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് SFI. കാരണം സാർ, ഇത് പരസ്യമായിട്ട് മുഖ്യമന്ത്രി പോലും സഭയിൽ അവരെ ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ സഭയിൽ ഇന്ന് ഈ വിഷയം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നപ്പോൾ പോലും അതിനെ വളരെയധികം ന്യായീകരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പിന്തുണ അവരുടെ സമുന്നതനായ ഒരു നേതാവിൽ നിന്നും കിട്ടുമ്പോൾ ഇവർ ഇതിലല്ല ഇത് മാത്രമല്ല ഇതിനപ്പുറം കാണിച്ചാലും എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംവിധാനം, ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 8-10 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, അതായത് SFI ഞാനൊക്കെ വളരെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടുവന്ന SFI അല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം അതാണ്. അതായത് ഇതിന് ഒരു പാട്രണേജിങ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയെ പോലുള്ള വളരെ ഉയരത്തിലുള്ള ഭരണം ചക്രം തിരിക്കുന്നവരുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും രൂക്ഷമായിട്ട് ഇത്തരം ആക്ടിവിറ്റീസിൽ ഇടപെടാനും
പ്രിൻസിപ്പാളിനെ പോലെ തല്ലാനും, തല്ലുക മാത്രമല്ല പിന്നീട് പറയുന്നത് എന്താണ്, കൈയും കാലും വെട്ടും, നെഞ്ചത്ത് അടുപ്പ് കൂട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇതും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പോലും പറയുന്നത്. അതെ അതെ, അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്ന സമയത്ത് അതിന് ജനങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു മുഖ്യമന്ത്രി ഇനി ഇല്ലാതിരിക്കാനായിട്ട് ആ അവസരം കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയധികം തോൽവി ഉണ്ടായത് എന്നുള്ളത്. അത് വാസ്തവത്തിൽ സമ്പൂർണ്ണ തോൽവിയായതിന് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു ആലത്തൂർ കാൻഡിഡേറ്റ് എങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്കാണ് SFI പോകുന്നതെന്ന് മുഖ്യമന്ത്രിക്കും എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴുള്ള എന്താണ് കണ്ണൂർ സിറ്റുവേഷനിലെ എക്സ്പാൻഡഡ് വെർഷനായിട്ടാണ് കേരളത്തെ കാണുന്നത്. കണ്ണൂരിൻ്റെ ഒരു എക്സ്പാൻഡഡ് വെർഷൻ. കൃത്യമായിട്ട് CPIയുടെ ഒരു നിലപാട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരിക്കൽ ഈ AISFക്കാരെ വരെ ഓടിച്ചിട്ടടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ക്യാമ്പസിൽ SFIക്കാർ. അങ്ങനെ AISF പ്രവർത്തകർ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ ABPIക്കാർ ഞങ്ങളെ ആക്രമിച്ചിട്ടില്ല, KSUക്കാർ ഞങ്ങളെ ആക്രമിച്ചിട്ടില്ല, ഏറ്റവും കൂടുതൽ ഞങ്ങളെ ആക്രമിക്കുന്നത് SFIക്കാരാണ്. CPIയുടെ ഔദ്യോഗിക പത്രമായ ജനയോഗത്തിൽ പോലും ഇവർക്കെതിരെ വളരെ നിശിതമായ ഭാഷയിൽ തന്നെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്നത്തെ കൂടി സാഹചര്യം പരിഗണിച്ചിട്ടെന്ന് ബിനോയ് വിശ്വം വളരെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഈ പാർട്ടി നിയന്ത്രിച്ചില്ലെങ്കിൽ ഭയങ്കരമായി SFI ബാധ്യതയാവാൻ പോവുകയാണ്. വളരെ പ്രകൃതി വിരുദ്ധമായ രീതിയിലാണ്, അല്ലെങ്കിൽ പ്രാകൃതമായ രീതിയിലാണ് ഇവരുടെ ഈ ഒരു അക്രമ പരമ്പര നടക്കുന്ന പോലും. എന്നിട്ട് പോലും ഒരു ഇടതുപക്ഷത്തിൻ്റെ പ്രബലമായ ഒരു പാർട്ടിയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് തിരുത്താൻ തയ്യാറാകാത്തത്? അല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞാലും ഈ കുട്ടി സഖാക്കളെ അനുസരിപ്പിക്കാൻ പറ്റില്ല എന്നാണോ? അതല്ല, കുട്ടി സഖാക്കൾക്ക് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് കുട്ടി സഖാക്കൾ ഈ രീതിയിൽ പെരുമാറുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതി അവർക്ക് MLA ആകാനും മന്ത്രിയാകാനും എല്ലാം ഉള്ള ഒരു അവസരം കൊടുത്ത ഒരു രീതിയാണിത്. അതായത് അവരിൽ ഏറ്റവും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നവരും ഏറ്റവും മോശമായി പ്രതികരിക്കുന്നവർക്കുമൊക്കെയാണ് അവർക്ക് മുന്നോട്ട് വരാനും അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് എത്താനും സാധിക്കുന്നത്. അപ്പോൾ അത് എത്ര മോശമായിട്ട് ചെയ്യാൻ സാധിക്കുമോ അതിലേക്കാണ് പോകുന്നത്. അതായത് ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല സബ്ജക്റ്റ് വൈസ് ഒരു പ്രസംഗം നടത്തുകയോ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം ജനത്തിന് സേവകരായിട്ടുള്ള പ്രവർത്തനം നടത്തുകയോ വിദ്യാർത്ഥി സേവനത്തിനോടുകൂടിയുള്ള പ്രവർത്തനം നടത്തുകയോ ചെയ്യുന്നതിന് പകരം ഏറ്റവും രൂക്ഷമായിട്ട് ഏറ്റവും ഭീഷണിപരമായിട്ട് ഒരു കാര്യം നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് നേതാവാകാൻ സാധിക്കും. അങ്ങനെ നേതാവായവർ പലരും ഇപ്പോഴെനിക്ക് തന്നെ അറിയാം. ഇപ്പോൾ 2006 ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലും കയറിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഞാൻ IG ആയിരിക്കുന്ന സമയത്ത് അതല്ല, അതിൻ്റെ മുന്നിലിട്ടിരുന്ന പോലീസ് ജീപ്പിനെ ബോംബെറിയും അത് കത്തുകയും അതിൽ പോലീസുകാർക്ക് പരിക്കരിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ സാധാരണ നിലയ്ക്ക് വാതിലങ്ങ് ലോക്ക് ചെയ്യുകയാണ് അവർ, കുട്ടികൾ തന്നെ ലോക്ക് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, പ്രിൻസിപ്പാളെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, പ്രിൻസിപ്പാളിനോട് തുറക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പേടിയാണ്, അത് തുറന്നില്ല. അങ്ങനെ പ്രിൻസിപ്പൾ അത് തുറക്കാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഗേറ്റ് പൊക്കി അകത്ത് കയറി. അപ്പോഴേക്കും ഇവരുടെ നേതാക്കന്മാരെല്ലാം അങ്ങ് ഓടി വന്നിട്ട് എന്തുകൊണ്ടാണ് പോലീസിന് അകത്ത് കയറാൻ അനുവാദമുള്ള സ്ഥലം തന്നെയാണ് ഈ കോളേജുകളും. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ സാമാന്യമൊക്കെ പരിശോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ എക്സാമിനേഷൻസ് പലതും നടക്കുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് പരിശോധിക്കാൻ സാധിച്ചില്ല. അന്ന് അവർ പറഞ്ഞിരുന്ന തെറി, അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ പറഞ്ഞിരുന്ന തെറി എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ സിന്ധു സൂര്യകുമാർ എന്ന അവിടുത്തെ റിപ്പോർട്ട് ചെയ്യുകയാണ്, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു എഡിഷനിൽ മാത്രം കിട്ടിയിരുന്നു. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്താനെ. അത്രയും തെറിയാണ് പറയുന്നത്. അതിൽ തെറി പറയുന്ന തെറി പറഞ്ഞിരുന്ന ഒരാൾ ഇന്ന് സ്പീക്കറാണ്, മറ്റൊരാൾ M സ്വരാജാണ്, പിന്നെ മറ്റൊരാൾ അവരുടെ സിന്ധു ജോയ് എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പോവുകയും രാഷ്ട്രീയത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടികൾ കാണുന്നത് എന്താണ്, ഇത്രയും ഭീഷണമായിട്ട് തെറി പറയുകയും ഇത്രയും ഒക്കെ ചെയ്ത ആൾക്കാർ പിന്നീട് എന്ത് പറ്റി, അവർക്ക് MLA ആകാനും MLAയിൽ നിന്നും മുതിർന്ന മന്ത്രിമാരാകാനും അതിന് അങ്ങനെയുള്ള, അവിടെ മാത്രമല്ല ഇതിന് എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ 1985 ഇതുപോലെ ഒരു ബന്ദിൻ്റെ പിറ്റേ ദിവസം, അന്ന് ബന്ദുകളെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, അന്ന് ബന്ദ് കോടതിയൊന്നും നിരോധിക്കാത്ത സമയമാണ്. അപ്പോൾ സംസ്ഥാനം മുഴുവൻ എല്ലായിടത്തും ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ ബന്ദിൻ്റെ പിറ്റേ ദിവസം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ മുന്നിൽ വെച്ച് ബസ്സുകളൊക്കെ ആക്രമിക്കുകയും അവിടെ
ഉണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ കല്ലെറിഞ്ഞ് വീഴ്ത്തുകയും അയാൾ ബോധം കിട്ടി കിടക്കുകയാണ് ഞാൻ ചെല്ലുന്ന സമയത്ത്. ഞാൻ ട്രെയിനിയാണെന്ന്, ഒരു ASP ട്രെയിനിയാണ്. അപ്പോൾ അന്ന് അവിടെ വന്നിരുന്ന പോലീസിനെ കൊണ്ട് കുറച്ച് പേർ പിടിപ്പിക്കാൻ നോക്കിയ ആ സമയത്ത് അവിടെ SFIയുടെ ആക്രമണം ഉണ്ടാകുകയും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇവർ എവിടെയാണ് എങ്ങനെയാണ് പെരുമാറുന്നത്. ഇതുപോലെ പല കോളേജുകളിലും, ഇതുപോലെ തന്നെ മഹാരാജാസ് കോളേജ് എറണാകുളത്ത് ഇതുപോലെ തന്നെ ഞാൻ കമ്മീഷണറായിരിക്കുന്ന സമയത്ത് കയറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് കയറിയത് പോലീസിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. പോലീസ് അതായത് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത്ര അക്രമങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ അക്രമികൾ പെട്ടെന്ന് ഡിസ്പേഴ്സ് ആകും. പിന്നെ അവിടെ ഉണ്ടാകുന്നത് അക്രമത്തിലൊന്നും ഇല്ലാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ പോലീസ് പോയി അറ്റാക്ക് ചെയ്യുന്നത് മുഴുവൻ ഇന്നസെൻ്റായ കുട്ടികളെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ പോലീസിനോടുള്ളൊരു വിരോധം ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കും ബാക്കി എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ രൂഢമൂലമായിട്ടുണ്ടാകും. അത് ഇവരൊരു സൈക്കോളജിക്കലി അത് അവർക്കൊരു വളരെ ബെനിഫിഷ്യലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുകയും അപ്പോൾ ഈ പറയുന്ന ഈ ആക്ഷൻസ് മുഴുവൻ ഉണ്ടാകുമ്പോൾ ഇന്നസെൻ്റായ കുട്ടികളെ കേസിൽപ്പെടുത്തുക. ഇപ്പോൾ ഇവരെങ്ങനെയാണ് സാധാരണ കണ്ണൂർ ജില്ലയിൽ ചെയ്യുന്നത് പോലെയാണ്. കണ്ണൂർ ജില്ലയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസം പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങൾ സഹകരണ സംഘങ്ങളാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10-20,000 സഹകരണ സംഘങ്ങളെങ്കിലും കണ്ണൂർ ജില്ലയിലുണ്ടാകും. ഓരോ സഹകരണ സംഘത്തിലും ഒരു 10 പേർക്ക് വെച്ച് ജോലി കൊടുത്താൽ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും? അപ്പോൾ ആ സഹകരണ സംഘത്തിൽ അധികം പൈസയൊന്നും കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ അവൻ്റെ വീട് കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള, അപ്പോൾ അതിന് ഡിപ്പെൻഡൻ്റ് ആണ് അവൻ. പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് അവർ ചെയ്യുന്നത് കേസുകളിൽ പ്രതികളാക്കാനാണ്. അതായത് നീ പോയി ആ കേസിൽ നിന്ന് ഹാജരാവ്, അവനൊരു ഓർമ്മയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അറിവില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നതല്ല, നീ ഹാജരായാൽ മതി. അവർ കൊടുക്കുന്ന ഒരു ലിസ്റ്റാണ്, ആ ലിസ്റ്റിൽ പ്രതിയായി. അത് കഴിയുമ്പോൾ അങ്ങനെ 1-2 കേസ് കഴിയുമ്പോൾ പിന്നെ അവൻ പാർട്ടിയുടെ ഡിപ്പെൻഡൻ്റ് ആണ്. കേസ് നടത്താനായിട്ട് അവർക്ക് വേറെ വഴിയൊന്നുമില്ല. ഇതേ രീതി SFIയും പിന്തുടരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയെങ്കിലും പാർട്ടി വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ സഖാക്കൾ ഈ പാർട്ടിയുടെ അന്ത്യം കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തന്നെ വലിയൊരു കാര്യം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥൻ്റെ മരണമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ കാഴ്ചകളൊക്കെ, അതായത് ഇപ്പോഴും ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചു കാലം മുമ്പ് വരെ ഇതൊക്കെ അത്ര അധികം അങ്ങ് പരസ്യമാവില്ലായിരുന്നു. ഇപ്പം ഏതൊരു കാര്യം നടക്കുമ്പോഴും ആരെങ്കിലും ഒരു വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പോൾ സത്യം എപ്പോഴും പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സത്യം പുറത്ത് വരുന്നു എന്നുള്ളത് ഇവർക്ക് ഒരു ഭീഷണിയാണ്. കാരണം ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പണ്ട് വീഡിയോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമിറുകി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആരും അവിടെ പോകുന്നില്ല. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അതിന് കൗണ്ടർ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇപ്പോഴങ്ങനെയല്ല, മിക്കവാറും എല്ലാ സംഭവങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ട് ഇവർ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇവരോട് ഒരു വിരക്തി ഉണ്ടാകുന്നുണ്ട്. അത് കുറേ കൂടി ജനങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വലിയ വിഭാഗങ്ങൾ CPM ആസച്ചോ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയനോ അതല്ലെങ്കിൽ അവരുടെ വിമൻസ് വിങ്ങോ ഒന്നും ചെയ്യാത്ത വിധത്തിൽ അത് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്താൻ പോകുന്നത് SFI ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.